റഷ്യ നിരന്തരം നാറ്റോ രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് അകത്തേക്ക് കയറുകയാണ്. പോളണ്ട്, റൊമാനിയ, എസ്റ്റോണിയ അങ്ങനെയുള്ള പല രാജ്യങ്ങളുടെയും വ്യോമാതിർത്തി ലംഘിച്ച് റഷ്യ ആക്രമണം നടത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ നമ്മൾ വായിച്ചതാണ്. ഇപ്പോൾ ഇതാ ലിത്വാനിയൻ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളുടെ വ്യോമാതിർത്തിയും റഷ്യ ഇതാ ലംഘിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം റഷ്യ ആണവായുധങ്ങൾ പുറത്തെടുത്തിരുന്നു. അതിൻ്റെ പരീക്ഷണം തന്നെ റഷ്യ നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ലോക രാജ്യങ്ങൾ ഇതിലൊരു ഞെട്ടലാണ്. കാരണം റഷ്യ ഇത് പ്രയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. റഷ്യക്ക് മാത്രമേ അറിയാവൂ. ഇത് ഒരു വലിയ രീതിയിലേക്ക് വലിയൊരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റഷ്യക്ക് അതിലൊരു മുൻകൈയുണ്ട്. കാരണം ഏറ്റവും വലിയ ആണവായുധങ്ങൾ റഷ്യയുടെ കയ്യിലാണ് ലോകത്തിൽ തന്നെ ഇരിക്കുന്നത് എന്നുള്ളത് ലോക രാജ്യങ്ങൾക്ക്, അമേരിക്കയ്ക്ക് പോലും ഒരുപക്ഷെ ഭയമുളവാക്കുന്ന കാര്യമാണ്. അമേരിക്കയും റഷ്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും തത്തുല്യമായ രീതിയിൽ പരിക്കേൽക്കും എന്ന് പലരും പറയുമ്പോഴും ആണവായുധങ്ങളുടെ ഒരു മുൻഗണനയിൽ റഷ്യയാണ് നമ്പർ 1 എന്നുള്ളത് അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യുക്രൈനിലെ യുദ്ധം തങ്ങളുടെ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചേക്കാമെന്ന ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ പ്രതിരോധം എങ്ങനെ ശക്തിപ്പെടുത്താമെന്ന് യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ചർച്ച ചെയ്യുകയാണ്. അതിനിടെ മോസ്കോയിൽ നിന്നുള്ള ഒരു പുതിയ പ്രകോപനമായി തോന്നുന്ന 2 റഷ്യൻ സൈനിക വിമാനങ്ങൾ ലിത്വാനിയയുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വ്യാഴാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം 6 മണിക്ക് ലിത്വാനിയയിലേക്ക് 700 മീറ്റർ പറന്നപ്പോൾ അയൽ രാജ്യമായ റഷ്യൻ എക്സ്ക്ലേവായ കലിനിർഗ്രാനിൽ ഇന്ധനം നിറയ്ക്കാൻ അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ലിത്വാനിയയുടെ സായുധ സേന ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. Su-30 യുദ്ധവിമാനങ്ങളാണ് അവിടെ പ്രവേശിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും ലിത്വാനിയയുടെ പ്രാദേശിക സമഗ്രതയുടെയും നഗ്നമായിട്ടുള്ള ലംഘനമാണ് എന്നാണ് ഇപ്പോൾ ലിത്വാനിയൻ ഭരണാധികാരി പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.